ഹലോ, ഇത് നമ്മുടെ ക്ലബിലെ മാർഷൽ ആർട്സ് പഠിക്കാൻ വരുന്ന കുട്ടികളാണ് കേട്ടോ. ഈ അടുത്ത് ഞാനിങ്ങനെ ഒരാളോട് സംസാരിച്ചു, നമുക്കിങ്ങനെ മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു പേരൻ്റാണ്. പുള്ളി എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, അതായത് നമ്മൾ എന്തിനാണ് കാശ് കൊടുത്ത് പിള്ളേരെ ഇടി പഠിപ്പിക്കാൻ വിടുന്നത്? വെറുതെ അതൊക്കെ ഒരു വലിയ തൊല്ലയാവും, നാളെ അവർ വലിയ അക്രമകാരികളായി മാറും എന്നൊക്കെ ഇങ്ങനെ ഒരു ടോക്ക്. അപ്പം അങ്ങനെ വിചാരിച്ച് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അതൊരു തെറ്റായ ധാരണ വെച്ചിരിക്കുന്ന പാരൻസിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി നമുക്ക് ഈ മാർഷൽ ആർട്സ് പഠിക്കുന്നവരുടെ ഫിസിക്കൽ ബെനിഫിറ്റ്സിനെ കുറിച്ച് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും അല്ലേ. അതിനകത്ത് ഇനി അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. ബട്ട് അവരുടെ മെൻ്റൽ എബിലിറ്റീസ്, ഓക്കെ, അവരുടെ ഈ ഒരു മാർഷൽ ആർട്സ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഡിസിപ്ലിൻ, അതായത് സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഡിസിപ്ലിൻ, അത് മറ്റുള്ള കുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും. കാരണം നമ്മൾ കുറേ നാളായിട്ട് കാണുന്നതാണ്, നമുക്കറിയുകയും ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു ബോഡിയും മൈൻഡും ഒരുപോലെ വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ഫൈറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു മാർഷൽ ആർട്സ് സ്കില്ല് ചെയ്യാൻ ഒരാൾക്ക് പറ്റത്തുള്ളൂ ഇല്ലേ. അപ്പോൾ അതിന് വേണ്ടി കൂടെ ട്രെയിൻ ചെയ്യുന്നതായതുകൊണ്ട് ഇവരുടെ കോൺസെൻട്രേഷൻ സ്കില്ലും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിരിക്കും. പിന്നെ ഇവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പെട്ടെന്നൊരു ഇമോഷൻസിൻ്റെ പുറത്ത് ഇവർ ചാടിക്കയറി ഒരു ഫൈറ്റ് ചെയ്യുകയോ ഒരു അടി അടിക്കുകയോ ഒന്നും ചെയ്യാറില്ല. കാരണം ഇവർക്കറിയാം എങ്ങനെയാണ് ഇവർ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം പെട്ടെന്നൊരു ഇമോഷൻ്റെ പുറത്ത് അവരതൊന്നും ചെയ്യില്ല. കാരണം എനിക്ക് ഫൈറ്റ് അറിയാം, നിങ്ങൾ തന്നെ നോക്കിയറിയാം, മാർഷൽ ആർട്സ് പഠിച്ചവൻ മിക്കവാറും എല്ലാ ഒരു സിറ്റുവേഷനിലും ഭയങ്കര കാമായിരിക്കും. പെട്ടെന്ന് ചാടിക്കയറി അറ്റാക്ക് അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഡിഫെൻഡ് ആയിരിക്കും കൂടുതലും ചെയ്യുന്നത്. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ഏറ്റവും ഇതായിട്ടുള്ളൊരു എബിലിറ്റിയാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇപ്പം നമുക്കൊരു ഒപ്പോണൻ്റ് അല്ലെങ്കിൽ നമ്മളൊരു ഫൈറ്റിൽ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളുടെ ഒപ്പോണൻ്റ് ചിലപ്പം പല ടൈപ്പുള്ളതായിരിക്കും. ചിലപ്പം ബോഡി വെച്ച് വ്യത്യാസം ഉണ്ടായിരിക്കാം, സ്കില്ല് വെച്ച് വ്യത്യാസം ഉണ്ടായിരിക്കാം. പിന്നെ അത് മാത്രമല്ല, ഒരു ഫൈറ്റിനിടയ്ക്ക് എങ്ങനെ വേണമെങ്കിലും ഫൈറ്റ് മാറി വരാം, അടി കൂടി വരാം, വേറെ രീതിയിലൊക്കെ വരാം. ആ സമയത്തെ ആ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നുള്ളതും അങ്ങനെ പഠിക്കുന്നതും ഇതിൻ്റെ ഒരു ബെനിഫിറ്റാണ്. അപ്പം ആ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ലൈഫിൽ വരുന്ന പലതരത്തിലുള്ള സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നും ഇതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും ഇല്ലേ. ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അയാൾ നേരത്തെ പറഞ്ഞു വെച്ച് അവൻ ഈ വണ്ണത്തിലും ഈ പൊക്കത്തിലുള്ളവനാണെന്ന് പറഞ്ഞു വെച്ചിട്ട് വന്നാൽ ഓക്കെ. പക്ഷെ അങ്ങനെ അല്ലാണ്ട് ഒരു സഡനായിട്ടുള്ളൊരു ഇതിൽ നമുക്ക് തന്നെ തിങ്ക് ചെയ്ത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു മാർഷൽ ആർട്സുകാരന് കഴിയുന്നൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫിസിക്കൽ ബെനിഫിറ്റ്സും മാത്രമൊന്നുമല്ല, പഠിക്കുന്നവരെ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഓക്കെ, കുട്ടികളെ മാർഷൽ ആർട്സ് പഠിപ്പിക്കാൻ വിടുന്നത് എന്തുകൊണ്ടും ഏറ്റവും നല്ല ഒരു തീരുമാനമായിരിക്കും. അപ്പം ബായ്.